ഓപ്പറേഷൻ നംകൂറിൽ പുതിയ അപ്ഡേഷനുകൾ ഉണ്ടാകുന്നു. നംകൂറിന്റെ ഭാഗമായി എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് ലാൻഡ് ക്രൂയിസർ പിടികൂടിയതിൽ ഉടമ മാഹിൻ അൻസാരി കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിക്കും. നിതിൻ അർജുൻ കൊച്ചിയിൽ ചെയ്യുന്നു. നിതിൻ, കേരളത്തിലടക്കം പിടികൂടിയ പല വാഹനങ്ങളും സെക്കൻഡ്, തേർഡ് ഓണറുകളാണ്. ഈ ഒരു കാർ മാത്രമാണ് ഫസ്റ്റ് ഓണർ കാറായി നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിനെ സംബന്ധിച്ച് ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് കാറ് കടത്തിയെന്ന സംശയമുള്ള ഒരു കേസ് കൂടിയാണിത്. ഒരുപാട് നിർണായക വിവരങ്ങൾ ലഭിക്കും. എപ്പോഴാണ് ചോദ്യം ചെയ്യലിൽ ഹാജരായത്? പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് മാഹിനിൽ നിന്ന് കസ്റ്റംസ് തേടുന്നത്? സുഹൈൽ, ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് വാഹനം ഇറക്കിയെന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും കസ്റ്റംസ് ഉള്ളത്. അത് പ്രകാരം തന്നെ ഈ ഒരു ലാൻഡ് ക്രൂസർ വാഹനം പിടികൂടുന്നതിനെ വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷണ സംഘം കാണുന്നു. ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ തുടർന്നു വരികയാണ്. ലാൻഡ് ക്രൂസർ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് ഇന്നിപ്പോൾ മാഹിൻ അൻസാരി കസ്റ്റംസ് ഓഫീസിൽ എത്തുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ വിധേയമായിരിക്കുന്നത്. എന്തായാലും മാഹിൻ അൻസാരി ഹാജരാക്കിയ രേഖകൾ അത് വിശദമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രധാനമായും അസം സ്വദേശിയുടെ പേരിൽ വ്യാജ മേൽവിലാസത്തിലാണ് മാഹിൻ അൻസാരി അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷൻ വാഹനം കേരളത്തിലെത്തിച്ചത്. ഇത് എന്തായാലും കേരളത്തിൽ നിന്ന് പിടികൂടിയ വാഹനങ്ങളിൽ ഏക ഫസ്റ്റ് ഓണർ വാഹനം മാഹിൻ അൻസാരിയുടെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് ക്രൂയിസർ വാഹനമാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളിൽ സെക്കൻഡ്, തേർഡ് ഓണറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് കടത്തിയ ആദ്യ കാർ എന്ന രീതിയിൽ വലിയ നിർണായകമാകാൻ സാധ്യതയുള്ള ചോദ്യം ചെയ്യൽ കൂടിയായിരിക്കും മാഹിൻ അൻസാരിയുടേത്. മാഹിൻ അൻസാരിയുടെ ചോദ്യം ചെയ്യൽ നിലവിൽ കസ്റ്റംസ് ഓഫീസിൽ തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.